നമസ്കാരം. ദീനിന്റെ ആൾക്കാരായിട്ടുള്ള പി കെ ഫിറോസിന്റെയൊക്കെ കാര്യമാണ് വാ തുറന്ന പച്ചക്കള്ളമേ പറയുന്നു. ഇതാണോ ദീൻ എന്ന് നമുക്ക് തോന്നിപ്പോ. ദീനിനെ ആക്ഷേപിക്കാനല്ല, ദീനിന്റെ ആൾക്കാരാണ്, മതത്തിന്റെ ആൾക്കാരാണ്, മതവിശ്വാസികളാണ്. അതുകൊണ്ട് ഒരിക്കലും കള്ളം പറയില്ല, അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം അത് സംശുദ്ധമായിരിക്കുമെന്ന് അവകാശവാദം ഉന്നയിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ അനിയനായിട്ടുള്ള പി കെ മുബൈർ അദ്ദേഹം ലഹരിക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ വന്നപ്പോൾ ഇദ്ദേഹം മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ബിനീഷ് കോടിയേരി അന്നത്തെ ഒരു ലഹരി കേസ് വ്യാജമായി സംഘപരിവാർ സൃഷ്ടിച്ചെടുത്ത ഒരു കേസ് അതിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന സന്ദർഭം എത്തിയപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ രാജിവെക്കണമെന്ന് പറഞ്ഞിട്ടില്ല എന്ന് ഈ ദീനിന്റെ പുത്രം പറയുന്നത് കേട്ടു. പച്ച കള്ളമാണോ അല്ലയോ എന്ന് നമ്മൾ പരിശോധിക്കണ്ടേ. എന്തെങ്കിലും ഒരു കാര്യം ഈ സമൂഹത്തിനോട് വിളിച്ചു പറഞ്ഞാൽ ഞാൻ ദീനിന്റെ ആളാണ്, ഞാൻ മതത്തിന്റെ ആളാണ്, മതവിശ്വാസി ആയതുകൊണ്ട് ഞാൻ കള്ളം പറയുന്ന ആളല്ല എന്ന് പറഞ്ഞ് സമർത്ഥിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ പ്രവൃത്തിയല്ലേ പരിശോധിക്കേണ്ടത്. അങ്ങനെയാണ് ആ നിലയ്ക്ക് സഹോദരന്റെ ആ ലഹരി കച്ചവടവുമായി ബന്ധപ്പെട്ട് വേറെ വ്യക്തി എന്നുള്ള ഡയലോഗ് അടിക്കുന്ന സന്ദർഭത്തിലാണ് ആ ബിനീഷ് കോടിയേരി ക്വസ്റ്റ്യൻ വരുന്നത്. സഹോദരൻ വ്യക്തിയാണ് എന്ന് താങ്കൾ പറഞ്ഞു. പക്ഷെ മറ്റ് കേസുകളിൽ വരുമ്പോൾ താങ്കളുടെ നിലപാട് അതൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ചർച്ചയാവുന്നത്. താങ്കൾ ഉൾപ്പെടെ പറയുന്നത് രാഷ്ട്രീയക്കാരുടെ മക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ ഏതെങ്കിലും കേസുകളിൽ പെട്ട രാജിവെക്കുന്ന ആവശ്യം താങ്കൾ ഉൾപ്പെടെ ഉന്നയിച്ചിട്ടാണ്. അങ്ങനെ ഉന്നയിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് അത് ചൂണ്ടിക്കാണിച്ചു തരാൻ കഴിയോ? ഇഷ്ടംപോലെ കേസുകൾ അതിന് ബിനീഷ് കോടിയേരി ഉൾപ്പെടെ ഇന്ന് പറഞ്ഞത്. ബിനീഷ് കോടിയേരിയുടെ കാര്യത്തിൽ, ബിനീഷ് കോടിയേരിയുടെ വിഷയത്തിൽ ഞാൻ എന്താണ് പറഞ്ഞത്? നിങ്ങളുടെ ആർക്കൈവ്സിൽ ഉണ്ടാവുമല്ലോ. അതിനകത്ത് ബിനീഷ് കോടിയേരി ചെയ്ത തെറ്റിന് അദ്ദേഹത്തിന്റെ പിതാവ് രാജിവെക്കണം എന്നൊരാവശ്യം ഞാൻ ഉന്നയിച്ചതായി നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയോ? പ്രസ്ഥാനം ആര് പറഞ്ഞു? ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചോ? എന്റെ പാർട്ടിയിൽ ആരെങ്കിലും പറഞ്ഞോ മകൻ ചെയ്ത തെറ്റിന് അച്ഛൻ? കേട്ടല്ലോ എന്താണ് പറഞ്ഞതെന്നുള്ള. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇതാണ് ഒരു ദീനിനെ കുറിച്ചുള്ള നമ്മുടെ നാട്ടിലെ വിശ്വാസമൊക്കെ എങ്ങനെയാണ് തകരുന്നത്. ദീനിന്റെ ആൾക്കാരായിട്ട് നടക്കുന്നവന്മാർ ഇത്ര പച്ചക്കള്ളം വിളിച്ച് പറയുന്നവരാണെങ്കിൽ പിന്നെ എന്തിനാണ് ദീനിന് വില കൊടുക്കുന്നത്? ദീനിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു എന്ന് ഏത് സന്ദർഭത്തിലും പറയണ്ടേ. അപ്പോ ഇവരൊക്കെ ഒരു ദീനിയാണെന്ന് അവകാശപ്പെടുന്നത് സ്വന്തം കച്ചവടത്തിന് വേണ്ടിയും ദീനിന്റെ മറവിൽ നിന്നുകൊണ്ട് തന്റേതായിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കുക, തന്റേതായിട്ടുള്ള അധികാര പരിധിയിൽ നടന്നു പോവുക, അതിന് ജനങ്ങളെ പറ്റിക്കാനുള്ള ഒരു ഇടപാടാണെന്ന് തെളിയിക്കുകയല്ലേ. എന്തുകൊണ്ടല്ലേ? ഇദ്ദേഹം മുൻപ് പറഞ്ഞൊരു വാചകം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ദീനിന്റെ പുത്രൻ കോടിയേരി ബാലകൃഷ്ണൻ അന്ന് രാജിവെക്കണമോ എന്ന ചോദ്യത്തിന് അങ്ങനെ രാജിവെക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഞങ്ങളുടെ സംഘടന പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഇന്നത്തെ ഡിജിറ്റൽ കാലഘട്ടത്തിൽ തെളിവായി കിടക്കും. അത് ഒന്നോ രണ്ടോ ദിവസം വൈകിയാലും നാട്ടുകാർ കുത്തിപ്പൊക്കും. അങ്ങനെ കുത്തിപ്പൊക്കി. ആ കുത്തിപ്പൊക്കിയത് എന്താണ് നിങ്ങൾ കേട്ടിട്ട് ദീനിനൊക്കെ അല്പമെങ്കിലും വില കൽപ്പിക്കുന്നവരാണോ, ദീൻ ഇവർക്കൊരു കച്ചവട താല്പര്യമാണോ എന്ന് നിങ്ങൾ വിശ്വാസികൾ തന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അങ്ങ് തീരുമാനമെടുക്കുക. CPM സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ ബിനീഷ് കോടിയേരി ലഹരി കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായപ്പോൾ CPM വലിയ പ്രതിരോധത്തിലേക്ക് പോകുന്ന കാഴ്ച എല്ലാവരും കണ്ടതാണ്. പാർട്ടി സെക്രട്ടറിയുടെ മകന് സംരക്ഷണം കൊടുക്കില്ല എന്ന് ഒരു ഭാഗത്ത് പറയാം, മറുഭാഗത്ത് ഭരണത്തിന്റെ തണലിൽ സംരക്ഷണം ഒളിച്ചു കടത്താൻ വേണ്ടി ശ്രമിക്കാം. യൂത്ത് ലീഗ് പത്രസമ്മേളനം നടത്തിയപ്പോൾ എന്തായിരുന്നു ബിനീഷ് കോടിയേരി പറഞ്ഞത്? എന്താ എൻഫോഴ്സ്മെന്റ് കണ്ടെത്തിയത്? ബിനീഷിന്റെ എല്ലാ വാദങ്ങളും പച്ചക്കള്ളമാണ് എന്ന് ഇതിനകം തെളിഞ്ഞു കഴിഞ്ഞു. യൂത്ത് ലീഗ് ഉയർത്തിയ ആരോപണങ്ങളും ശരിയാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞു. ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് CPM സംസ്ഥാന സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ രാജിവെക്കുകയാണ് വേണ്ടത്. ഒരു നിമിഷം പോലും CPMന്റെ സെക്രട്ടറി പദവിയിൽ തുടരാൻ അദ്ദേഹത്തിന് ധാർമ്മികമായി അധികാരമില്ല. കേട്ടല്ലോ, ഒരു നിമിഷം പോലും കോടിയേരി ബാലകൃഷ്ണൻ തുടരരുത്. മകൻ ലഹരി കേസുമായി ബന്ധപ്പെട്ടപ്പോൾ അന്ന് വ്യക്തിയല്ല, അദ്ദേഹം CPM സംസ്ഥാന സെക്രട്ടറി പദം രാജിവെക്കണമെന്ന് പറഞ്ഞു. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇപ്പോ അനിയനെ മറ്റൊരു വ്യക്തിയായിട്ട് നമ്മൾ പരിഗണിക്കേണ്ടതുണ്ടോ? അന്തസ്സുണ്ടെങ്കിൽ രാജിവെച്ച് ഇറങ്ങിപ്പോണ്ടേ? അന്ന് കോടിയേരി ബാലകൃഷ്ണൻ അവധിക്ക് പോയി. ആ സ്ഥാനമാനത്ത് നിന്ന് അദ്ദേഹം അർബുദ രോഗബാധിതനായിട്ട് അതിനുശേഷം അനുഭവിച്ച ഇതുപോലുള്ള വ്യക്തികളുടെ സംഘപരിവാർ കഥകൾക്ക് അടിസ്ഥാനപ്പെടുത്തി അവർ സൃഷ്ടിച്ചെടുത്ത വ്യാജ പ്രചരണങ്ങളിൽ മനം നൊന്ത് ആ മനുഷ്യൻ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന സാഹചര്യമുണ്ടായി. മുഖ്യധാരയിൽ നിന്ന് കുറച്ചു കാലം പിൻവലിഞ്ഞ് താമസിക്കുന്ന സാഹചര്യമുണ്ടായി. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഒരു വ്യക്തിയെ ലഹരി കേസുമായി ബന്ധപ്പെട്ട് പിടികൂടുമ്പോൾ സ്വാഭാവികമായിട്ട് മാറി നിൽക്കണമെന്ന ആവശ്യം ഉന്നയിക്കണ്ടേ? ഇന്നലകളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദീനിന്റെ പുത്രൻ മാതൃക കാട്ടി കൊടുക്കണ്ടേ? എന്റെ കുടുംബത്തിൽ നിന്ന് ഞാനുമായി രക്തബന്ധമുള്ള വ്യക്തി, ഞാനുമായിട്ട് ഏറ്റവും അടുപ്പം പുലർത്തുന്ന വ്യക്തി, ഞാനുമായിട്ട് ഏറ്റവും കൂടുതൽ സഹകരിക്കുന്ന വ്യക്തി ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത് കൈയോടെ പിടിക്കപ്പെടുമ്പോൾ എനിക്ക് കൂടി അതിൽ ആരോപണമുണ്ട്. ദീനിനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ ഇന്നലകളിൽ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ ആ പദവിയിൽ ഇരിക്കാൻ അർഹനല്ല, അതുകൊണ്ട് ഞാൻ ഇതാ രാജിവെച്ച് ഇറങ്ങിപ്പോകുന്നു എന്ന് പറഞ്ഞാൽ ദീന് എന്ന വാക്കിനോട് അദ്ദേഹം നീതി പുലർത്തി എന്ന് നമുക്ക് പറയാം.
ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയും അടിച്ചുകൊണ്ടിരിക്കുന്ന ന്യായീകരണം വെച്ചിട്ട് ദീൻ എന്ന് പറയുന്ന വാക്ക് വെറും കച്ചവടമാണ്. ലീഗന്മാർക്ക് സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയും സ്വന്തം രാഷ്ട്രീയത്തിന് വേണ്ടിയും സ്വന്തം അധികാര കസേരകളിലേക്ക് എത്താൻ വേണ്ടി നാട്ടുകാരെ പറ്റിക്കാനുള്ള ഒരു കപട വാക്കാണ് ഈ ദീൻ എന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യമല്ലേ ഇപ്പോഴുള്ളതെന്ന് നിങ്ങൾക്ക് തന്നെ ആലോചിക്കാവുന്നതാണ്. ഇത്തരമൊരു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മലയാളിയുടെ ആരോഗ്യ വിവരങ്ങൾ സ്വകാര്യ കമ്പനിക്ക് കൈമാറിയ അത്തരമൊരു തീരുമാനമെടുത്ത മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ രാജിവെക്കണം എന്ന് യൂത്ത് ലീഗ് ആവശ്യപ്പെടുകയാണ്. ഈ ഇടപാട് നടത്തണം എന്നാവശ്യപ്പെട്ടത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ മകൾ വീണ വിജയനാണ്. അതുകൊണ്ട് അടിയന്തരമായി മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും രാജിവെച്ച് ഒരു അന്വേഷണം നേരിടണം എന്ന് യൂത്ത് ലീഗ് ആവശ്യപ്പെടുകയാണ്. വരും ദിവസങ്ങളിൽ അതൊക്കെ പുറത്തു വരും. വരും ദിവസങ്ങളിൽ അല്ല ഞാൻ പറയാം വരും ദിവസങ്ങളിൽ ഇനിയിപ്പോ ഇവര് തെളിവുകൾ പുറത്തുവിടുന്നില്ലെങ്കിൽ നമ്മുടെ സോഴ്സുകൾ ഉപയോഗിച്ച് ഞങ്ങൾ കണ്ടെത്തും. അതായത് ഞാൻ ഇപ്പോ ഒരു ആരോപണം മുന്നിൽ വെച്ചിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ഇതിന്റെ കൊറോബറേറ്റീവ് എവിഡൻസസ് നമുക്ക് കാത്തിരുന്ന് കാണാം. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ രാജിവെക്കണം എന്ന് യൂത്ത് ലീഗ് ആവശ്യപ്പെടുകയാണ്.